ഹലോ, സ്ട്രോബെറി ചാനലിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീറ്റ. ഇന്നത്തെ റെസിപ്പി ഒരു ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വേറെ ഒരു ചാനലിലും ഒരു യൂട്യൂബിലും നോക്കിയാൽ കിട്ടില്ല. നമ്മുടെ സ്ട്രോബെറി ചാനലിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് ചിക്കൻ ലാവ എന്നാണ് പേരിട്ടിട്ടുള്ളത്. ചൈനീസ് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബോണോട് കൂടിയിട്ടുള്ള പീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തു എന്ന് മാത്രം. നമുക്കിതിനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വിനീഗർ, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ചിക്കൻ ലാവയിൽ റൈസും ഉണ്ട് കേട്ടോ. ഒരു കംപ്ലീറ്റ് മീലാണിത്. സോ ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല കൈമ റൈസോ ഏതാണോ ഇഷ്ടം അതെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും റൈസ് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ റൈസ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, കാരണം ഇതൊരു ചൈനീസ് ടൈപ്പ് ഫുഡാണ്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. 1-2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ എണ്ണയ്ക്ക് കിട്ടണം. ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ വിഭവത്തിന് ഒത്തിരി നല്ലതാണ്. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് തീരെ പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഈ സമയത്ത് എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു റോ സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുള്ളൂ, ഒരു മീഡിയം സൈസ് സവോള കുത്തി എറിഞ്ഞിട്ടിരിക്കുകയാണ്. സവോളയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മറ്റ് ചിക്കൻ റോസ്റ്റ് റെസിപ്പികളിലൊക്കെ സവാള നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പം ഏറ്റവും ആദ്യം ഞാൻ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1-1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1.5 എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയാണ്. നമുക്ക് അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് സോയാ സോസാണ് വേണ്ടത്. 1 ടീസ്പൂൺ സോയാ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഹണി വേണം. ഹണി നമ്മുടെ ഈ റെസിപ്പിയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്പൈസിനെസിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്വീറ്റ്നെസ്സും കൂടി വരുന്നത് കൊണ്ടാണ് ഈ വിഭവത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. സോ ഒരു 2-3 ടീസ്പൂൺ വരെ ഹണി ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പം നിങ്ങളുടെ ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ ചേർക്കാം. ഹണിയാണ് പക്ഷെ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഹണിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഷുഗറും 1 പിഞ്ച് സോൾട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ചൈനീസ് ടൈപ്പ് ഫുഡാണ്. ശരിക്കും ഈ ചൈനീസ് ഫുഡ് ഹോട്ടലിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അവർ അജിനോമോട്ടോ ചേർക്കും എന്നുള്ളത്. അതൊട്ടും ഹെൽത്തിന് കൊള്ളില്ല. അപ്പം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അജിനോമോട്ടോ ചേർക്കുന്നതിന് പകരം നമുക്ക് ഈ ഷുഗറും സോൾട്ടും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ചേർക്കുവാണെങ്കിൽ അജിനോമോട്ടോ ഇടുമ്പോൾ കറിക്ക് എന്ത് ഫ്ലേവർ ആണോ കിട്ടുന്നത്, എന്ത് ടേസ്റ്റ് ആണോ കിട്ടുന്നത്, അത് ഒരു പരിധി വരെ കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചിക്കൻ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ചേർക്കുമ്പോൾ ഒരു പിങ്ക് കളറായിരിക്കും. ആ പിങ്ക് കളർ മാറി ഒരു വൈറ്റ് കളർ ആവണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിനടുത്ത് വരും. നമ്മുടെ ചിക്കൻ്റെ കളറെല്ലാം ആ ഒരു പിങ്ക് കളറിൽ നിന്നും വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരാനും കുറച്ചൊരു ഗ്രേവി കിട്ടാനും വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച്
ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചില്ലി സോസാണ്. ചില്ലി സോസ് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് അല്ല റെഡ് ചില്ലി സോസാണ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല, അതായാലും ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റായിട്ട് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അത് ഹാലപ്പിനോസ് ആണ്. ഹാലപ്പിനോസ് എന്ന് പറയുന്നത് നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒരു കുറച്ച് എരിവുള്ള നമ്മുടെ ക്യാപ്സിക്കം പോലത്തെ ഒരു ചില്ലിയാണ്. ഹാലപ്പിനോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടും മാത്രമാണ് ഞാനത് ചേർത്തത്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കണ്ട. അപ്പം ഹാലപ്പിനോസ് തീർത്തും ഓപ്ഷണലാണ്. ഹാലപ്പിനോസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം, എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. ചിക്കൻ ലാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഭാഗം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിൽ നിന്നും ഞാൻ ചിക്കൻ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് 1-2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് കിടക്കുന്നത്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഈ പാത്രത്തിൽ ഓൾറെഡി ഉള്ള ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഒരുപാട് വെളുത്തുള്ളി ഒന്നും വേണ്ട, ഒരൊറ്റ അല്ലി മതി. ഒരൊറ്റ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. നമ്മൾ റൈസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ സോട്ട് ചെയ്യുക. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. റൈസിലേക്ക് നിങ്ങൾ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ടെങ്കിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ അരി, ആ മുളകിൻ്റെ അരി ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും കളയരുത്. അത് അരിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഈ റൈസിൽ ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഒരു 1/4 കപ്പ് ക്യാബേജ് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. അതും ഒരു 1/4 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ സോസുകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഫുഡ് അത്ര ഹെൽത്തി ഒന്നുമല്ല. പക്ഷേ എങ്കിലും കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഹെൽത്തി ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാബേജ് ചേർത്തു, ക്യാരറ്റ് ചേർത്തു, നമുക്കിനി ക്യാപ്സിക്കം ചേർക്കാം. ഇവയെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാണാനുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കവും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസോ കൈമ റൈസോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൊഹിനൂർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, എങ്കിലും ഞാൻ പറയാണ്, കൊഹിനൂറിൻ്റെ ബസ്മതി റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല മയമുള്ള അരിയാണ്. ഞാനത് ഓൺലൈനാണ് മേടിച്ചത്. നിങ്ങൾക്കത് ഓൺലൈനായിട്ട് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തു. ഇനി നമ്മൾ ഇളക്കുമ്പം സൂക്ഷിച്ച് ഇളക്കണം. ഒരുപാട് ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കരുത്. അടിയിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടുള്ള അരിയാണ്, സോ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും റെഡിയായി, റൈസും റെഡിയായി. ഇനി എന്തുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഈ വിഭവത്തിന് ചിക്കൻ ലാവ എന്ന പേര് കൊടുത്തത്? യെസ്, അതിനുള്ള ആൻസറാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് അതിനാവശ്യമായ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായി, എണ്ണ നന്നായിട്ട് ചൂടായി പുക വന്നതിന് ശേഷം മാത്രമേ ഈ മുട്ട ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മുട്ട നമ്മുടെ ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ്, ചിക്കനും കുറച്ച് ഗ്രേവിയും എല്ലാം നമുക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കാം. കാരണം മുട്ട അങ്ങ് വെന്ത് ഹാർഡ് ആവാൻ പാടില്ല. ആ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു മിക്സ് ചേർക്കാം.
നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം വല്ലാതെ അങ്ങ് വെന്തുപോയി മുട്ട വല്ലാതെ കുക്കായി പോയാൽ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നമുക്കറിയാം കോഴിമുട്ടയാണ്, ഒത്തിരി വേവൊന്നുമില്ല. റൈസ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊത്തി വെക്കാം. ചിക്കൻ ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചിക്കൻ ലാവ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ പ്രസൻറ്റേഷൻ കൂടി കൊണ്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഈ പാനിന് മുകളിലേക്ക് വെച്ച് നമുക്ക് അപ്സൈഡ് ഡൗൺ ചെയ്തെടുക്കാം. കണ്ടില്ലേ എൻ്റെ ചിക്കൻ ലാവ? ഇതിലിപ്പോൾ എൻ്റെ ചിക്കൻ ലാവ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയത് പൊട്ടാതെ നല്ല ഭംഗിയായിട്ട് കിട്ടി. പുറമേ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു മുട്ട മാത്രമേ കാണുള്ളൂ, ഒരു മുട്ട പൊരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് പൊട്ടിച്ച് നോക്കിയാലാണ് നല്ല ലാവയായിട്ട് നമ്മുടെ ചിക്കനും അതിൻ്റെ ഗ്രേവിയും നല്ല റൈസും ഒക്കെ കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല കിടിലൻ റെസിപ്പിയുമായിട്ട് സ്ട്രോബെറി ചാനലിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.